നമസ്കാരം. വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കൻ ഉമിനീരും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇലക്ട്രൽ ബോണ്ട് വഴിയും അല്ലാതെയും കൈക്കലാക്കിയ സഹസ്ര കോടി കിലുക്കത്തിൽ മോദിയും ബി.ജെ.പിയും അർമാദിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബാങ്ക് അക്കൗണ്ടുകൾ മരവിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കോൺഗ്രസ്. തങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടിയെ സാമ്പത്തികമായി തകർത്തെന്ന് ആരോപിച്ച് രംഗത്തു വന്നു. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇത് പ്രചാരണങ്ങൾക്കും പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ മാസം ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 115 കോടി രൂപ മരവിപ്പിച്ച നടപടിക്കെതിരെയാണ് നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയത്. ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരായ IT വകുപ്പിന്റെ നടപടി തടയണമെന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഹർജി ഈ മാസം ആദ്യം ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ തള്ളിയിരുന്നു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 ആരംഭിക്കും. ഫലം ജൂൺ 4 പ്രഖ്യാപിക്കും. ഇതിനിടയിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വിഷമവൃത്തത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സാമ്പത്തികമായി തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിട്ടയായ ശ്രമങ്ങൾ ആസൂത്രിതമായി നടത്തുന്നുവെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഫലപ്രാപ്തി തടയാൻ അവർ ഗൂഢപദ്ധതിയിലൂടെ ശ്രമിക്കുകയാണ്. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം മരവിപ്പിക്കുകയും ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം ബലമായി തട്ടിയെടുക്കുകയും ചെയ്തു എന്ന് ആരോപിച്ച സോണിയാഗാന്ധി ഒരു വശത്ത് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച പണം ബി.ജെ.പി സുലഭമായി ഒഴുക്കുകയാണ് എന്നും പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള ക്രിമിനൽ നടപടിയാണെന്ന് ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഈ ക്രിമിനൽ നടപടിയെ തുടർന്ന് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന ആശയം നുണയാണെന്ന് പറയേണ്ട സ്ഥിതിയിലായി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന ധാരണ കള്ളമാണ്. ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യമില്ല. ഇത് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കൽ മാത്രമല്ല, ജനാധിപത്യത്തിന്റെ തന്നെ മരവിപ്പിക്കലാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. പരസ്യങ്ങൾ ബുക്ക് ചെയ്യാനോ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നേതാക്കളെ അയക്കാനോ കഴിയുന്നില്ല. ഇത് ജനാധിപത്യത്തിനെതിരായ കടന്നാക്രമണമാണ് എന്ന് പറഞ്ഞ മല്ലികാർജുൻ ഖാർഗെ പക്ഷപാതരഹിതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ജനാധിപത്യത്തിന് അനിവാര്യമാണെന്ന് ഊന്നി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് നൽകണം. ഇഡിയും IT-യും മറ്റ് സ്ഥാപനങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിനെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഖാർഗെ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ രാജ്യത്തിന്റെ പ്രതിച്ഛായയെ വ്രണപ്പെടുത്തി എന്നും വ്യക്തമാക്കി. ബി.ജെ.പി നേതൃത്വത്തിലുള്ള സർക്കാർ വഴിവിട്ട മാർഗങ്ങളിലൂടെ പണം പിരിക്കുകയാണെന്നും തങ്ങൾക്ക് 5 സ്റ്റാർ ഓഫീസുകൾ ഉണ്ടെന്നും ഓരോ മീറ്റിംഗിനും വിമാനങ്ങൾ ഉപയോഗിക്കുമെന്നും അവകാശപ്പെടുകയാണ്. ബി.ജെ.പിക്ക് ജനാധിപത്യ ബോധം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ലെവൽ പ്ലേ ഫീൽഡ് ഉറപ്പാക്കാൻ തങ്ങളുടെ അക്കൗണ്ടുകൾ ഡീഫ്രീസ് ചെയ്യുകയാണ് വേണ്ടതെന്ന് ഖാർഗെ കൂട്ടിച്ചേർത്തു. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ കോൺഗ്രസ് പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അനുകൂല വിധിയല്ല വരുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.